ജീവൻ ഇവിടെ നഷ്ടപ്പെട്ടു. KSEBിക്കോ പഞ്ചായത്തിനോ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. തെറ്റ് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയും സ്വീകരിക്കണം. പക്ഷേ മരണത്തെ പോലും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന ഒരു നീച രാഷ്ട്രീയമാണ് ഇവിടെ നാം കാണുന്നത്. ശനിയാഴ്ച രാത്രിയാണ് നിലമ്പൂർ വൈക്കടവിൽ താമസിക്കുന്ന അനന്തു പന്നിക്കിണയിൽ കുടുങ്ങി ഷോക്കേറ്റ് മരിച്ചത്. മരണമടഞ്ഞതിന് തൊട്ടു പിന്നാലെ സർക്കാർ സ്പോൺസേർഡ് മേർഡർ എന്ന് പ്രതിപക്ഷവും രാഷ്ട്രീയ ഗൂഢാലോചന എന്ന ആരോപണവുമായി സർക്കാരും രംഗത്തെത്തി. വലിയ പ്രതിഷേധമാണ് 2 ദിവസങ്ങളിലായി നിലമ്പൂരിൽ നമ്മൾ കണ്ടത്. പന്നിയെ വേട്ടയാടാൻ അനധികൃതമായി സ്ഥാപിച്ചതാണ് കെണിയെന്നും വൈദ്യുതി മോഷണമാണ് ഇവിടെ നടന്നതെന്നും KSEB വിശദീകരിച്ചു. അപകടത്തിന് കാരണം വനവകുപ്പും വൈദ്യുതി വകുപ്പുമാണെന്ന് ആരോപണവുമായി ആദ്യം UDF രംഗത്തെത്തി. എന്നാൽ തൊട്ടു പിന്നാലെ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് വന്യമൃഗങ്ങളെ പിടികൂടാൻ അനധികൃതമായി സ്ഥാപിച്ച വേലിയിൽ നിന്ന് ഷോക്കേറ്റതെന്ന് പോലീസ് കണ്ടെത്തി. ഇതോടെ UDFനെതിരെ പ്രത്യാരോപണവുമായി ഇടതുപക്ഷവും രംഗത്തെത്തി. അനന്തുവിന്റെ മരണത്തിൽ BJPയും പ്രതിഷേധം ശക്തമാക്കുകയാണ്. അപകടത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടെന്ന് വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ പ്രസ്താവനയാണ് പിന്നീട് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും UDFനെതിരെ ശക്തമായി രംഗത്തെത്തി. വിഷയത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നുവെന്ന് മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. മന്ത്രിയുടെ വാദത്തെ പിന്തുണച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തി. സംഭവം സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് സംശയിക്കുന്നുവെന്നും CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. സംഭവം സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് സംശയിക്കുന്നു. UDF ഭരിക്കുന്ന പഞ്ചായത്താണ്. പന്നികളെ പിടികൂടാൻ ഇതുവരെ ഇവിടെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിൽ UDFന്റെ ഭാഗത്ത് നിന്ന് എന്തും ചെയ്യാം. ഗൂഢാലോചനയിൽ സമഗ്രമായ അന്വേഷണം വേണം, MV ഗോവിന്ദൻ പ്രതികരിച്ചു. എന്നാൽ ഇതിനു മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ രംഗത്തെത്തി. വനംവകുപ്പ് മന്ത്രിയുടേത് ഹീനമായ വൃത്തികെട്ട ആരോപണമാണെന്നും അതിന് കുടപിടിക്കുകയാണ് MV ഗോവിന്ദൻ എന്നും സതീശൻ പറഞ്ഞു. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് നിഷ്ക്രിയനായിരിക്കുന്ന വനംവകുപ്പ് മന്ത്രിയാണ് ഗൂഢാലോചന ആരോപിക്കുന്നതെന്നും അദ്ദേഹം രാജിവെക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപണമെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഇതോടെ വിദ്യാർത്ഥിയുടെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമായി. ഈ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. സംഭവം നിർഭാഗ്യകരമെന്ന് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജ് പറഞ്ഞു. എന്നാൽ 2 വോട്ട് കൂടുതൽ കിട്ടുമെന്ന ധാരണയിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതെന്നും കൊടിയെടുത്ത് ഇറങ്ങുന്നതും ഹീനമാണെന്നും സ്വരാജ് പറഞ്ഞു. അനന്തുവിന്റെ മരണം വൈദ്യുതി ആഘാതമേറ്റു എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ശരീരത്തിൽ പൊള്ളലേറ്റ മുറിവുകളുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടി. സംഭവത്തിൽ പ്രതി ബിനീഷ് പോലീസ് പിടിയിലായി കഴിഞ്ഞു. KFL ന്യൂസ് ഡെസ്കിൽ നിന്നും അനുശ്രീ രാമചന്ദ്രൻ.